നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം വീണ്ടും സർവകാല റെക്കോർഡിൽ 104.82 ദശലക്ഷം യൂണിറ്റാണ് തിങ്കളാഴ്ചത്തെ മൊത്ത വൈദ്യുതി ഉപഭോഗം. ഐക്യജനാധിപത്യ മുന്നണി പുതുക്കാട് ബ്ലോക്കിലെ ബൂത്ത് ചെയർമാൻമാർ, ജനറൽ കൺവീനർമാർ, VLA-മാർ എന്നിവരുടെ സമ്മേളനം പുതുക്കാട് സംഘടിപ്പിച്ചു. പ്രൗഢഗംഭീരമായി ആലത്തൂർ ALP സ്കൂളിലെ കമാൻഡോ കിഡ്സിന്റെ പാസിംഗ് ഔട്ട് സെറിമണി. കൊടകര സബ് ഇൻസ്പെക്ടർ AK സാജൻ സല്യൂട്ട് സ്വീകരിച്ചു. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം ലോറിയും കാറും കൂട്ടിയിടിച്ച അപകടം, ആർക്കും പരിക്കില്ല. കല്ലൂർ മുട്ടിത്തടി ശ്രീ ശക്തി ദേവി ക്ഷേത്രത്തിലെ ആണ്ടുമഹോത്സവത്തിന് കൊടിയേറി. ഏപ്രിൽ 8-നാണ് ആണ്ടുമഹോത്സവം ആഘോഷിക്കുന്നത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം വീണ്ടും സർവകാല റെക്കോർഡിൽ 104.82 ദശലക്ഷം യൂണിറ്റാണ് തിങ്കളാഴ്ചത്തെ മൊത്ത വൈദ്യുതി ഉപഭോഗം. 27-ന് 104.63 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് മൊത്തം ഉപയോഗിച്ചത്. പീക്ക് സമയ ആവശ്യകതയും വർദ്ധിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 6 മുതൽ 11 വരെ 5265 മെഗാവാട്ട് വൈദ്യുതിയാണ് ഉപയോഗിച്ചത്. ഉപഭോഗം കൂടുമ്പോൾ അമിത വിലയ്ക്ക് വൈദ്യുതി പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങിയാണ് KSEB വിതരണം തുടരുന്നത്. 300 മുതൽ 600 മെഗാവാട്ട് വരെ വൈദ്യുതി മിക്ക ദിവസങ്ങളിലും ഉയർന്ന വിലയ്ക്ക് വാങ്ങിയാണ് പ്രതിസന്ധി ഒഴിവാക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണി പുതുക്കാട് ബ്ലോക്കിലെ ബൂത്ത് ചെയർമാൻമാർ, ജനറൽ കൺവീനർമാർ, VLA-മാർ എന്നിവരുടെ സമ്മേളനം പുതുക്കാട് സംഘടിപ്പിച്ചു. UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. MK പോൾസൺ, K ഗോപാലകൃഷ്ണൻ, സെബി കൊടിയൻ, TM ചന്ദ്രൻ, KM ബാബുരാജ്, സുധൻ കാരിയിൽ, സോമൻ മുത്തർത്തിക്കര, രഞ്ജിത്ത് കൈപ്പിള്ളി, PK വേലായുധൻ, ബിജു അമ്പഴക്കാടൻ, KJ ജോജു, രാജു എന്നിവർ പ്രസംഗിച്ചു. പ്രൗഢഗംഭീരമായി ആലത്തൂർ ALP സ്കൂളിലെ കമാൻഡോ കിഡ്സിന്റെ പാസിംഗ് ഔട്ട് സെറിമണി. സ്കൂളിലെ 2ാമത്തെ ബാച്ചിന്റെ പാസിംഗ് ഔട്ടാണ് നടന്നത്. കൊടകര സബ് ഇൻസ്പെക്ടർ AK സാജൻ സല്യൂട്ട് സ്വീകരിച്ചു. കുട്ടികൾക്കായുള്ള സർട്ടിഫിക്കറ്റ്, മെഡൽ എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു. മികവ് പദ്ധതിയിൽ ഉൾപ്പെട്ട് ജില്ലയിൽ നിന്നും തെരഞ്ഞെടുത്ത പദ്ധതിയാണ് കമാൻഡോ കിഡ്സ്. സംസ്ഥാന തലത്തിൽ SCERT പദ്ധതിയിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടുകയും ചെയ്തു. സംസ്ഥാനത്ത് തന്നെ ഈ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ വിദ്യാലയമാണ് ആലത്തൂർ ALPS. ചടങ്ങിൽ കൊടകര ASI ജ്യോതിലക്ഷ്മി, പറപ്പൂക്കര പഞ്ചായത്ത് അംഗം TK സതീശൻ, ട്രെയിനർ ശിവദാസൻ കോടിയത്ത്, PTA പ്രസിഡന്റ് PS സുനിൽ, MPTA പ്രസിഡന്റ് സുമി ബൈജു, പ്രധാനാധ്യാപകൻ NS സന്തോഷ് ബാബു, കമാൻഡോ കിഡ് നോഡൽ ഓഫീസർ CG അനൂപ് എന്നിവർ സന്നിഹിതരായിരുന്നു. കുട്ടികൾക്ക് 2 ദിവസത്തെ ട്രെയിനിങ് ക്യാമ്പും സ്കൂളിൽ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ട്രെയിനിങ്ങിന്റെ അതേ ഒരു സ്റ്റൈലിൽ തന്നെയാണ് അവിടെ പാസ്പോർട്ട് വരേണ്ടത് ഇവിടെ കാഴ്ചവെച്ചത്. ഈ കുഞ്ഞ് ഞങ്ങളൊക്കെ 9 മാസം കിടന്ന് വെയിലത്തൊക്കെ കിടന്ന് കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു പാസ്പോർട്ട് വരുന്നത്. ആ ഒരു പാസ്പോർട്ട് വരലിൽ ഞങ്ങളൊക്കെ പങ്കെടുക്കുമ്പോൾ അത് ആ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണത് ഈ കുഞ്ഞുമക്കൾക്കും. ജനമൈത്രിയുടെ ഭാഗമായിട്ടാണ് ഈ സ്കൂളുകളൊക്കെ വിസിറ്റ് ചെയ്തെങ്കിലും ഈ സ്കൂളിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു പോലീസിങ് രീതിയിൽ തന്നെ ഇവിടെ കുട്ടികളെ ഒരു എന്താ പറയുക, നമ്മൾ പഴയ കാലഘട്ടത്തിലായാലും പുതിയ കാലഘട്ടത്തിലായി കുട്ടികൾ ഒന്ന് മരത്തുമ്പോൾ കയറിയ അല്ലെങ്കിൽ. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം ലോറിയും കാറും കൂട്ടിയിടിച്ച അപകടം, ആർക്കും പരിക്കില്ല. ചൊവ്വാഴ്ച രാവിലെ 11:15-നായിരുന്നു അപകടമുണ്ടായത്. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത കുരുക്കുണ്ടായി. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. കല്ലൂർ മുട്ടിത്തടി ശ്രീ ശക്തി ദേവി ക്ഷേത്രത്തിലെ ആണ്ടുമഹോത്സവത്തിന് കൊടിയേറി. കൊടിയേറ്റത്തിന് ശേഷം താലംവരവും നടത്തി. ക്ഷേത്രം തന്ത്രി വിശ്വേശ്വരാനന്ദ സരസ്വതി സ്വാമി, മേൽശാന്തി ബിജു എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്.
പ്രസിഡന്റ് ശിവൻ അന്തിക്കാടൻ, സെക്രട്ടറി പൃഥ്വിരാജ് പുന്നക്കത്തറ, രവീന്ദ്രൻ മുല്ലക്കര എന്നിവർ നേതൃത്വം നൽകി. ഏപ്രിൽ 8-നാണ് ആണ്ടു മഹോത്സവം ആഘോഷിക്കുന്നത്. യുവ കലാവേദി വായനശാലയുടെ നേതൃത്വത്തിൽ റെഡ് സ്റ്റാർ ഫുട്ബോൾ അക്കാദമിയുടെ വേനൽ അവധിക്കാല ഫുട്ബോൾ ക്യാമ്പ് മുപ്ലിയം സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചു. കേരള സന്തോഷ് ട്രോഫി താരം PC അനുരാഗ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി ചെയർമാൻ ശ്രീജിത്ത് അധ്യക്ഷനായി. യുവ കലാവേദി വായനശാല സെക്രട്ടറി സുജിത് K. സുധാകരൻ, റെഡ് സ്റ്റാർ ഹെഡ് കോച്ചും മുൻ ഇന്ത്യൻ താരവും കേരള സന്തോഷ് ട്രോഫി താരവുമായ ബിനീഷ് ബാലൻ, യുവ കലാവേദി പ്രസിഡന്റ് VR ബൈജു, വനിതാവേദി പ്രവർത്തക അശ്വതി ഷൈജു, വേനൽ അവധിക്കാല ക്യാമ്പ് കമ്മിറ്റി ഉപഭാരവാഹികളായ MS ദീക്ഷിത്, വിജിത പ്രസാദ്, KP ആൻഫിൻ, സിസിലി ലോന, കമ്മിറ്റി കൺവീനർ റീന റെക്സിൻ എന്നിവർ പ്രസംഗിച്ചു. മേടപ്പുലരിയിൽ വിഷുക്കണിയൊരുക്കാൻ പൊൻനിറമുള്ള വെള്ളരിക്കായ്കൾ വിളയിച്ചെടുത്തിരിക്കുകയാണ് മറ്റത്തൂരിലെ താളുപ്പാടം സ്വദേശി രാജൻ പനങ്കൂട്ടത്തിൽ. വാഴ, വിവിധയിനം പച്ചക്കറികൾ എന്നിവയിലെന്ന പോലെ കണിവെള്ളരി കൃഷിയിലും വിജയഗാഥ രചിക്കുകയാണ് മലയോരത്തെ അറിയപ്പെടുന്ന കർഷകരിലൊരാളായ ഈ യുവ കർഷകൻ. 3 മുറിക്കടുത്തുള്ള ചെട്ടിച്ചാൽ പാടത്ത് സ്വന്തമായുള്ള 3 ഏക്കർ നിലത്തിലാണ് രാജൻ കണിവെള്ളരി കൃഷി ചെയ്തിരിക്കുന്നത്. ആണ്ടിൽ 2 വട്ടം നെൽകൃഷി ഇറക്കുന്ന പാടത്ത് വേനൽക്കാല വിളയായാണ് വെള്ളരി കൃഷി ചെയ്യുന്നത്. ജനുവരിയിൽ മുണ്ടകൻ കൊയ്തെടുത്ത് ഏറെ വൈകാതെ തന്നെ വെള്ളരിക്ക് കൃഷിനിലമൊരുക്കി വിത്തിട്ടു. മികച്ച വിളവ് തരുന്ന മഞ്ചേരി ഇനത്തിലുള്ള വെള്ളരിയാണ് ഇത്തവണ രാജൻ കൃഷി ചെയ്തത്. ആകർഷകമായ നിറത്തിലും ആകൃതിയിലുമുള്ള മഞ്ചേരി വെള്ളരിക്ക ശരാശരി 1 കിലോ തൂക്കമുള്ളവയാണ്. വേനൽ മഴ ശക്തമായി പെയ്യാതിരുന്നതിനാൽ മികച്ച വിളവാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നതെന്ന് കർഷകനായ രാജൻ പറയുന്നു. ഞാനിവിടെ 3 ഏക്കർ സ്ഥലത്താണ് കണിവെള്ളരി കൃഷി ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 4-ാം തീയതി വിത്തിട്ടു. ഈ പാടത്ത് 2 പൂ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ കണിവെള്ളരി കൃഷി തുടങ്ങിയിരിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 60 ദിവസം വേണം കണി വയ്ക്കാനായിട്ട്, കൃത്യമായിട്ടൊരു വെള്ളരിക്ക കിട്ടാനായിട്ട്. അതായത് വിത്തിട്ട് 60 ദിവസത്തിനുള്ളിലാണ് കണി വയ്ക്കാൻ വെള്ളരിക്ക കിട്ടുക. അപ്പോൾ നമ്മൾ കറിക്ക് ചെത്തണമെങ്കിൽ ഒരു 35-ാം പൊക്കം തൊട്ട് കറിക്ക് ചെത്തി തുടങ്ങാം. ഒരു വെള്ളരിക്ക കറക്റ്റ് വിളവാവണമെങ്കിൽ 60 ദിവസം വേണം. വെള്ളരിക്കായ്കൾ വിളഞ്ഞു പാകമായി തുടങ്ങിയെങ്കിലും ഏപ്രിൽ ആദ്യം മുതലാണ് ഇവ വിളവെടുത്ത് വിപണിയിലെത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരള പഴം പച്ചക്കറി പ്രൊമോഷൻ കൗൺസിലിന് കീഴിൽ കോടാലിയിൽ പ്രവർത്തിക്കുന്ന മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതിയിലെ സജീവാംഗമായ രാജൻ താൻ വിളയിച്ചെടുത്ത കണിവെള്ളരി സമിതിയുടെ സ്വാശ്രയ ചന്തയിലൂടെയാണ് വിറ്റഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിലെ വിവിധ ഇടങ്ങളിലുള്ള കർഷകർ ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ഫാർമർ പ്രൊഡ്യൂസിംഗ് കമ്പനിയായ 20 ഫാർമേഴ്സ് കൂട്ടായ്മയിലെ അംഗം കൂടിയാണ് രാജൻ. കൊടും ചൂടിനെ കൂസാതെയുള്ള അധ്വാനത്തിലൂടെ മികച്ച ഉൽപ്പാദനം കൈവരിക്കാൻ കഴിഞ്ഞെങ്കിലും വെള്ളരിക്കയുടെ വില ഉയരാത്തതിൽ രാജൻ ആശങ്ക പ്രകടിപ്പിക്കുന്നു. കൃഷിക്കാരുടെ ഈ കണിവെള്ളരി കൃഷി ചെയ്ത കൃഷിക്കാരുടെ ഈ കൊല്ലത്തെ ആശങ്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില വളരെ കുറവാണ്. കാരണം 10 രൂപ 11 രൂപയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് നിലവാരം. അതിൽ നിന്ന് മാറി കുറച്ചും കൂടി വില കയറി കിട്ടിയാൽ മാത്രമാണ് കൃഷിക്കാർക്ക് അത് ഒരു ഉപകാരപ്രദമാവുള്ളൂ. സാധാരണ ഏപ്രിൽ തൊട്ട് കണിവെള്ളരിക്ക് വില കൂടാറുണ്ട് എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റും അതേപോലെ VAPC ഒക്കെ നമ്മളെ ഹോർട്ടികോർപ്പും എല്ലാവരും സഹായിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ നിലനിന്ന് പോകുന്നത്. ഈ പ്രാവശ്യം അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ കിലോഗ്രാമിന് 10 രൂപയാണ് വെള്ളരിക്കയുടെ വില. കഴിഞ്ഞ വർഷം ഈ സീസണിൽ ഇതിൽ കൂടുതൽ വില ലഭിച്ചിരുന്നു. വിഷു അടുത്തെത്തുന്നതോടെ വെള്ളരി വില ഉയരുമെന്ന പ്രതീക്ഷയാണ് ഈ കർഷകനുള്ളത്. കൊടകര പാറേക്കാട്ടുകര സെന്റ് മേരീസ് പള്ളിയിൽ മതബോധന വിദ്യാർത്ഥികൾക്കായി ഗ്രേസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജെയ്സൺ പാറേക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് വർഗീസ് കൂനൻ അധ്യക്ഷനായിരുന്നു. ബ്രദർ ജെയ്ജോ തട്ടിൽ, ബ്രദർ ജോസഫ്, പ്രധാനാധ്യാപകൻ CP ജോബി, മദർ സിസ്റ്റർ റോസ്മ എന്നിവർ പ്രസംഗിച്ചു. ബിജു കാവുങ്ങൽ, ജെൻസൺ യോഹന്നാൻ, സിമി ജോബ്, ഷിജി ജോസ്, ഗ്ലൈസ് ബെന്നി എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് റെക്കോർഡ് നിരക്കിൽ നിന്നും താഴെ ഇറങ്ങി സ്വർണ്ണവില. ഗ്രാമിന് 25 രൂപയും പവന് 200 രൂപയും ചൊവ്വാഴ്ച കുറഞ്ഞു. ഇതോടെ ഗ്രാമിന് 6335 രൂപയിലും പവന് 50,680 രൂപയിലുമാണ് വ്യാപാരം നടന്നത്. ഇത് ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ നിരക്കാണ്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് തിങ്കളാഴ്ച സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. ഗ്രാമിന് 6360 രൂപയിലും പവന് 50,880 രൂപയിലുമാണ് തിങ്കളാഴ്ച വ്യാപാരം നടന്നത്.
തുടർച്ചയായ 5-ാം ദിവസമാണ് സംസ്ഥാനത്ത് ഒരു പവന്റെ വില 1.5 ലക്ഷം രൂപ നിലവാരത്തിന് മുകളിൽ തുടരുന്നത്. സംസ്ഥാനത്ത് ചൂട് കനക്കുന്നതിനിടെ ആശ്വാസമായി വേനൽ മഴയെത്തുന്നു. വിവിധയിടങ്ങളിൽ വേനൽ മഴ എത്തിയെങ്കിലും ചൂടിന് നിലവിൽ കുറവൊന്നുമില്ല. അതിനിടയിലാണ് പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ മുന്നറിയിപ്പ് വന്നിട്ടുള്ളത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം ബുധനാഴ്ച തൃശൂർ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിലും 4-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം തൊട്ടടുത്ത 2 ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പുകളുമില്ല. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. സംസ്ഥാന സിവിൽ സർവീസ് അക്കാദമിയുടെ പൊന്നാനി കേന്ദ്രത്തിൽ റെഗുലർ ബാച്ചിലേക്കുള്ള സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. https://kscsa.org മുഖേന ഏപ്രിൽ 27 വൈകിട്ട് 5 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. യോഗ്യത, പ്രവേശന പരീക്ഷ, സിലബസ്, ഫീസ് നിരക്ക്, ഇളവുകൾ സംബന്ധിച്ച വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ: ലാൻഡ് ലൈൻ 0494 2665 മൊബൈൽ ആദ്യ നമ്പർ 8281098868. അടുത്ത നമ്പർ 8848346005. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6335 രൂപ, പവന് 50,680 രൂപ. മറ്റത്തൂർക്കുന്ന് കൈപ്പിള്ളി വിലാസിനി അന്തരിച്ചു. 94 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ രാമനാണ് ഭർത്താവ്. രമണി, അല്ലി, നളിനി, ശശീന്ദ്രൻ, രവീന്ദ്രൻ, ബീന എന്നിവർ മക്കളും. നന്ദകുമാർ, നാരായണൻ, ബാബു, ജിജി, ലിജ, ഷിബു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം വീണ്ടും സർവകാല റെക്കോർഡിൽ. 104.82 ദശലക്ഷം യൂണിറ്റാണ് തിങ്കളാഴ്ചത്തെ മൊത്ത വൈദ്യുതി ഉപഭോഗം. ഐക്യജനാധിപത്യ മുന്നണി പുതുക്കാട് ബ്ലോക്കിലെ ബൂത്ത് ചെയർമാൻമാർ, ജനറൽ കൺവീനർമാർ, BLA-മാർ എന്നിവരുടെ സമ്മേളനം പുതുക്കാട് സംഘടിപ്പിച്ചു. പ്രൗഢഗംഭീരമായി ആലത്തൂർ ALP സ്കൂളിലെ കമാൻഡോ കിഡ്സിന്റെ പാസിംഗ് ഔട്ട് സെറിമണി. കൊടകര സബ് ഇൻസ്പെക്ടർ AK സാജൻ സല്യൂട്ട് സ്വീകരിച്ചു. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം ലോറിയും കാറും കൂട്ടിയിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. കല്ലൂർ മുട്ടിത്തടി ശ്രീ ശക്തി ദേവി ക്ഷേത്രത്തിലെ ആണ്ടു മഹോത്സവത്തിന് കൊടിയേറി. ഏപ്രിൽ 8-നാണ് ആണ്ടു മഹോത്സവം ആഘോഷിക്കുന്നത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.